ചില രുചികളും ചില മണങ്ങളുമെല്ലാം നമ്മളെ പല സ്ഥലങ്ങളിലേക്കും പല വ്യക്തികളിലേക്കും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇന്ന് ഡി കെ സ്പെഷ്യൽ മീൻ തലക്കറി ഉണ്ടാക്കുമ്പോൾ പണ്ട് സ്ഥലത്തും മംഗലാപുരത്തും രാത്രികൾ പകലാക്കിയ പല കൂട്ടുകാരെയും മനസ്സിലേക്ക് പെട്ടെന്ന് മിന്നിമാഞ്ഞു. ഡോക്ടർ സിവി പുലയത്തും മനു ഒലിപ്പുറത്തും ജോസ് വലിയവീടനും ഡോക്ടർ നിധി ചെറിയാനും ഓൾഡ് മങ്കച്ചായനുമെല്ലാം മനസ്സിലങ്ങനെ മിന്നിമാഞ്ഞു. അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഡി കെ സ്പെഷ്യൽ മീൻ തലക്കറി. ഇതിനുമുണ്ട് ഒരു ഡി കെ ഗ്യാരണ്ടി. ഇന്ന് നമ്മൾ കപ്പ തേങ്ങ അരച്ച് വയ്ക്കാം. കപ്പ തേങ്ങ അരച്ചതിൻ്റെ കൂടെ നമുക്കിന്നൊരു സ്പെഷ്യൽ സാധനമുണ്ട്. മീനിൻ്റെ തലയും മീനിൻ്റെ മുള്ളും കൊടംപുളി ഇട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കപ്പ ചെറുതായിട്ട് നുറുക്കിയത്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് 2 വിസിലടുപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ. അപ്പോൾ 1 കിലോ കപ്പയ്ക്ക് ഞാൻ 200 ഗ്രാം തേങ്ങയാണ് എടുത്തേക്കുന്നത്. 200 ഗ്രാം തേങ്ങയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ 4 ചെറിയുള്ളി, 4 വെളുത്തുള്ളി, ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 4 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില. പിന്നെ ഇത് അരയ്ക്കാൻ വേണ്ടി ഞാനൊരു 1/4 സ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി അരച്ചെടുത്ത് അതിന് ശേഷം നമുക്ക് കപ്പയിലൂടെ ചേർത്ത് താളിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഞാൻ അരപ്പെല്ലാം ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് താളിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു, ഒരു ഇതള് കറിവേപ്പില, ഒരു 4 വറ്റൽമുളക്, വെളിച്ചെണ്ണ ഒഴിച്ചു, 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇത് മൂത്തതിന് ശേഷം നമ്മുടെ കപ്പയുടെ മുകളിലിട്ടിട്ട് നമുക്ക് താളിക്കാം. അതോടെ നമ്മുടെ കപ്പ തേങ്ങ അരച്ചത് റെഡിയായി. അങ്ങനെ നമ്മുടെ കപ്പ തേങ്ങ അരച്ചത് റെഡിയായിരിക്കുന്നു. ഇനി നമ്മുടെ സ്പെഷ്യൽ മീൻ തലയും മീൻ മുള്ളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മീൻ തലയും മുള്ളും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മീൻ തല എടുത്തിട്ടുണ്ട്. പിന്നെ മുള്ള് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ്, സാൽമണിൻ്റെ മുള്ളാണ്. സാൽമണിൻ്റെ മുള്ളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദശ എടുത്തു മാറ്റിയേക്കുന്നതാണ്. നമുക്ക് കടയിൽ ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും. അതായത് ഇവിടെ ഈ ദശ എന്ന് പറയുന്നത് ഫില്ലേക്ക് വേണ്ടി ഫില്ല എടുത്തതിന് ശേഷം ബാലൻസ് വന്നതാണ് ഈ മുള്ള്. ഇത് തന്നെ മേടിക്കാൻ നമുക്ക് കിട്ടും. അങ്ങനെ സാൽമണിൻ്റെ മുള്ളും പിന്നെ തലയുമാണ്. 1/2 കിലോ സാൽമണിൻ്റെ മുള്ളുമുണ്ട്, 1/2 കിലോ സാൽമണിൻ്റെ തലയുമുണ്ട്. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 4 ചെറിയുള്ളി, 4 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, കറിവേപ്പില, ഇത്രയും ഞാൻ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റുവാണ്. ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ, ഞാൻ പൊടി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 4 സ്പൂൺ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് മസാലയും, 2 സ്പൂൺ കൊറിയാണ്ടർ പൗഡറും, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കായപ്പൊടിയും, 1 സ്പൂൺ ഗാർലിക് പൗഡറും, 1 സ്പൂൺ ഇഞ്ചിപ്പൊടിയും, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്, ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് ഞാൻ ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയതിന് ശേഷം അങ്ങോട്ട് ഈ പൊടിയിട്ട് പൊടി ഒന്ന് മൂത്തതിന് ശേഷം, പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതെല്ലാം കൂടി ഞാനൊന്ന് അരച്ചെടുക്കും. ഈ അരപ്പാണ് നമ്മുടെ തലയിലും മീൻ പുള്ളിയിലും ചേർക്കുന്നത്. ഇങ്ങനെ അരച്ചെടുത്തു കഴിഞ്ഞാൽ മീനിൻ്റെ ഈ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സാധാരണ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഞാൻ എപ്പോഴും മീൻ കറി ഉണ്ടാക്കാൻ നേരത്തെ അരച്ച് ചേർക്കുവാണ്. വളരെ സ്വാദിഷ്ടമാണ്. ഇനി നമുക്ക് ഇത് അരച്ച് ചേർത്തിട്ട് നമുക്ക് മീനിട്ട് ഒഴിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മീനിൽ ചേർക്കാനുള്ള അരപ്പ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് വഴറ്റിയെടുത്തു. 5 കൊടംപുളി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉള്ളി വഴറ്റിയിട്ട് ഈ അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ഒരു 1/2 കപ്പ്
നല്ല ചൂടുവെള്ളം കൂടി അരപ്പിനകത്തേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മുടെ കുടംപുളി എടുത്തിടുക. നമ്മുടെ മീനിൻ്റെ തലയും മീൻ മുള്ളും കൂടി എടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വയ്ക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മീൻ അരപ്പെല്ലാം ചേർത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇതിനിയൊരു തള വന്ന വരെ മൂടി വയ്ക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഭയങ്കരമായിട്ടുള്ള കളറ്, ചുമന്ന കളറില്ല. കാരണം എന്ന് പറയുന്നത് ഇവിടെ പിള്ളേർക്കൊന്നും എരിവ് ഒരു രീതിയിലും പറ്റില്ല. നമുക്കും ഇപ്പോൾ എരിവൊക്കെ പുറകോട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ മുളക് പൊടി വളരെ കുറച്ചാണ് ഇടുള്ളൂ. അത്യാവശ്യം എരിവുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചിലർക്ക് നല്ല കളർ ചുമന്നിരിക്കണം. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ കൂടുതലിടാം. ഒരു കൈൻഡ് ഓഫ് അലർജിക്കാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും മുളക് പൊടിക്ക്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ടേക്കുന്നത്. ഇനി നമുക്ക് തിളച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മീൻ കറി നല്ലോണം റെഡിയായിരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ താളിക്കാൻ വേണ്ടി 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങോട്ട് 1/2 സ്പൂൺ കടുകിട്ടു, 1/4 സ്പൂൺ ഉലുവ ഇട്ടു, ഒരു ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടു, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട്, 1 തണ്ട് കറിവേപ്പില ഇട്ടു. ഞാൻ എപ്പോഴും മീൻ കറി ഉണ്ടാക്കാനാണെങ്കിൽ എന്ത് കറി ഉണ്ടാക്കാനാണ് പച്ചമുളക് അവസാനം വഴറ്റുമാണ് ചെയ്യണത്. അത് കടുക് പൊട്ടിക്കാൻ നേരത്താണ് പച്ചമുളക് ഇടുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് നല്ല ക്രിസ്പിനെസ് കിട്ടും. പച്ചമുളകിൻ്റെ ആ ഫ്ലേവറും പച്ചമുളകിൻ്റെ ആ ഒരു രുചിയും നല്ലതായിട്ട് കിട്ടും. കാരണം മീൻ പറ്റിക്കാൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് ആകെ അലിഞ്ഞ് ചേർന്ന് അതിനകത്ത് കിടക്കും. എനിക്ക് ആ രുചി ഇഷ്ടമല്ല. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത്, ഇത് അടിപൊളിയാണ്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചേക്കണ വറ എടുത്ത് നമ്മുടെ മീൻ കറിയിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് 2 മണിക്കൂർ മീൻ കറി മൂടി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കപ്പയായിട്ട് ഒരു പിടുത്തം പിടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മുടെ മീൻ കറി താളിച്ചതിന് ശേഷമുള്ള മീൻ കറിയാണ്. നല്ല സൂപ്പറായിട്ടുള്ള മീൻ തലയും മീൻ മുള്ളുമാണ്. ഇനി നമുക്കിത് മൂടി അങ്ങ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് കപ്പയായിട്ടൊരു പിടിയും പിടിക്കാം. മീൻ കറി കാണുമ്പോൾ പഴയ ഓർമ്മകൾ വരുന്നു. ഓക്കെ, ഇത് നിങ്ങൾ ട്രൈ ചെയ്തിരിക്കൂ. സൂപ്പറായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അങ്ങനെ നമ്മുടെ കൊതിയൂറുന്ന കപ്പയും മീൻ കറിയും നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഹാ ഹാ ഹാ.